രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇത് താങ്കൾ ഉന്നയിച്ചു. ഒന്ന്, പ്രതിപക്ഷ നേതാവിന് കോഴ കൊടുത്തത് രഹസ്യമൊഴി നൽകാതിരിക്കാൻ അദ്ദേഹം തന്നെ നേരിട്ട് താങ്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു അഭിഭാഷകൻ വഴിയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തേത്. അതിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇപ്പോൾ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇത് ഇന്ന് പറഞ്ഞ കാര്യമല്ല. ഞാൻ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ തലേദിവസം അന്നത്തെ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ഞാൻ 3 പേരെ പേര് പറഞ്ഞായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞായിരുന്നു, ബാബുവിന്റെ പേര് പറഞ്ഞായിരുന്നു, ശിവകുമാറിന്റെ പേര് പറഞ്ഞായിരുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെയാണ് എന്നെ അദ്ദേഹത്തിന്റെ ഗൺമാനാണെന്ന് പറഞ്ഞ ഒരാൾ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ചേച്ചിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അത് പറഞ്ഞപ്പോൾ ഞാൻ ആ വിഷയം പറഞ്ഞതിൽ എൻ്റെ വീട്ടിലെ എൻ്റെ വൈഫ് ഉൾപ്പെടെ എന്നോട് പറയായിരുന്നു, അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഒരു വീട്ടുകാരെ അതിനകത്ത് വലിച്ചഴക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പൊതുവെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞാൻ അവരുടെ വൈഫ് വിളിച്ച് സംസാരിച്ചതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഖേദം പ്രകടിപ്പിക്കുന്നു. കാര്യം പറഞ്ഞ കാര്യമാണ്. എന്നോട് അദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയില്ല. കഴിക്കാതെയാണ് രാവിലെ 10:30 അവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു. 10:30 ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കഴിക്കാതെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്നുള്ള വളരെ ഇതായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞ കാര്യം പുറത്ത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ടോക്കായിരുന്നു. ആ പേഴ്സണൽ ടോക്ക് ഒരു ചർച്ചയിൽ പറഞ്ഞതിൽ എനിക്കും വിഷമമുണ്ട്. കാര്യം അത് എന്നോട് ഒരു അഭ്യർത്ഥന നടത്തിയ ഒരു കാര്യം അത് പറയാൻ പാടില്ല. പക്ഷേ രമേശ് ചെന്നിത്തല അതിനുശേഷം 11:30 മണിക്ക് എന്നെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനുമായിട്ടൊക്കെ എത്ര അടുപ്പമുള്ളതാണ്, നമ്മൾ വർഷങ്ങളായിട്ട് അടുപ്പമുള്ളവരല്ലേ, ഞാൻ ബിജുവിന് എല്ലാ കാര്യത്തിലും ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ല, എന്നെ വെറുതെ ഉപദ്രവിക്കരുത്, എൻ്റെ പേര് ഒരു കാരണവശാലും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് വളരെ റിക്വസ്റ്റ് ആയിട്ട് 10 മിനിറ്റോളം സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കേട്ടുകൊണ്ട് ഞാൻ ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഇല്ല ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ചേട്ടൻ്റെ പേര് ഇനി പറയില്ല എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അല്ല രമേശ് ചെന്നിത്തല പച്ചക്കള്ളമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് സത്യം ചെയ്യട്ടെ ദൈവത്തിനോട്. അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, എന്നോട് അഭ്യർത്ഥിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന്. ഇനി അത് അന്വേഷണ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ബാക്കി ഗൗരവങ്ങളിലേക്ക് വരും. അപ്പൊ അത് അത്രയ്ക്ക് കേസ് കൊടുക്കണമെങ്കിൽ അദ്ദേഹം കൊടുക്കട്ടെ, ഞാൻ തെളിയിക്കാൻ ഇപ്പോഴും ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ കള്ളം പറയാനിട്ട് എനിക്ക് ഒരു നേട്ടവും അദ്ദേഹത്തിന് പറയാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അത് ആ പേര് തൽക്കാലം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം അത് ആവശ്യം വന്നാൽ പറയും. അതിപ്പോ ഞാൻ എനിക്ക് കാര്യം അത് പിന്നെയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട എന്ന് ഉള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അദ്ദേഹം എന്നെ 11:30 മണിക്ക് എന്നെ ഫോണിൽ വിളിക്കുന്നു, സംസാരിക്കുന്നു, എന്നെ ഇത് നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അത് അദ്ദേഹത്തിന്റെ സുഹൃത്താണോ താങ്കളുടെ സുഹൃത്താണോ? രമേശ് ചെന്നിത്തലയുടെ ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് സംസാരിക്കുന്നതിനോട് അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. രാഷ്ട്രീയ നേതാവാണോ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് അതെനിക്ക് ഇനിയും അതൊരു പ്രശ്നമാക്കി വരാനില്ല. അന്വേഷണം വരണമെങ്കിൽ ഞാൻ അദ്ദേഹം പരാതി തരാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അപ്പോഴത്തേക്ക് പറയാം. ഏത് ദിവസമാണ് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് പറഞ്ഞതിൽ തന്നെ എന്റെ വീട്ടിൽ പോലും എന്റെ വൈഫ് പോലും ഏതാണ് ഏത് ദിവസമാണ് വിളിച്ചതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ സോൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ അന്നേ ദിവസം രാവിലെ 11:30 മണിക്കാണ് വിളിച്ചത്. അപ്പോൾ കോൾ റെക്കോർഡ് എടുത്താൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. എന്റെ ഫയൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ പേര് പറയരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഞാൻ അങ്ങനെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, എന്റെ ഭാര്യ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആളല്ല എന്നാണ് ഇന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. താങ്കൾക്കും അറിയാം ആ ആരോപണം, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഗുരുതരമാണ്. ഇത് തെളിയിക്കാൻ കഴിയും എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അദ്ദേഹം കേസ് ഫയൽ ചെയ്യട്ടെ, ഞാൻ ഫേസ് ചെയ്യാനും തയ്യാറാണ്. ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ തെളിയിക്കാനും ഞാൻ തയ്യാറാണ്. കേസ് ഫയൽ ചെയ്യട്ടെ, അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്യട്ടെ. എന്തിനാണ് തന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പരസ്യമായി അദ്ദേഹം അവകാശപ്പെട്ടത് അങ്ങനെ വിളിച്ചിട്ടില്ല, അങ്ങനെ അഭ്യർത്ഥിച്ചിട്ടില്ല, അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ്. താങ്കൾക്കത് തെളിയിക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുണ്ട്.
കേസ് വരട്ടെ, അദ്ദേഹം കേസ് കൊടുക്കട്ടെ, കേസ് കൊടുക്കുമ്പോഴല്ല അതിന് മറുപടി പറയേണ്ടത്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് പറഞ്ഞത് പോലും എന്റെ വീട്ടിനകത്ത് എന്റെ വൈഫ് അടക്കം പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചിഴക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് ശരിയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ഉള്ള കാര്യം, രാഷ്ട്രീയപരമായിട്ട് തന്നെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പൈസ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ലല്ലോ. ഞാൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ പറയുന്നുള്ളൂ. തലേദിവസം ഞാൻ ഈ 3 പേരുടെയും പേര് പറയും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. തലേദിവസം ചർച്ചയിലും മീഡിയയിലും സംസാരിച്ചപ്പോൾ അന്ന് ഈ സോൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേദിവസ വീഡിയോ ക്ലിപ്പിംഗ്സ് എടുത്ത് നിങ്ങൾ ലൈബ്രറി പരിശോധിച്ചാൽ അറിയാം. ഞാൻ അന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ 3 പേരുടെ കാര്യങ്ങൾ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സോൺ സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നുണ്ട്, കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നതിൽ ഇത് അദ്ദേഹത്തെ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാക്കിയത്. അതിന് പ്രധാനമായ കാരണം അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. എനിക്ക് അദ്ദേഹത്തോട് വിരോധമൊന്നുമില്ല. ആ ഒരു ഇതിൽ വെച്ച് ചെയ്തതാണ്. ഇപ്പോഴും എനിക്ക് വിരോധമൊന്നും വ്യക്തിപരമായി തീർക്കേണ്ട കാര്യവുമില്ല. പക്ഷേ അന്നത്തെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് ഒഴിവാക്കി എന്നുള്ളത് സത്യസന്ധമാണ്. നന്നായിട്ട് എന്നോട് 10 മിനിറ്റ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഈ 10 മിനിറ്റ് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിക്കല്ല സംസാരിച്ചത്. ആഭ്യന്തരമന്ത്രിയാണല്ലോ അന്ന്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ താങ്കളോട് ഈ 10 മിനിറ്റ് അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? അല്ല, അദ്ദേഹം ഇപ്പൊ സൗഹൃദമായിട്ടുള്ള ഈ ബന്ധങ്ങളും കാര്യങ്ങളും, അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങളും പണ്ട് തൊട്ടേ ഉള്ള സൗഹൃദങ്ങളൊക്കെ ഒന്ന് അദ്ദേഹം റിമൈൻ ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്രയും അടുപ്പം, നമ്മൾ എത്ര വർഷങ്ങളായിട്ടുള്ള അടുപ്പമാണ്, ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ഇതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യിക്കുകയായിരുന്നു അദ്ദേഹം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് എന്നെ ഇതിൽ ബിജു ഇതിൽ നിന്ന് എന്നെ ഇതിലേക്ക് ഒത്തിരി അടുപ്പമുള്ള എന്നെ ബിജു ഇതിലേക്ക് വലിച്ചഴിക്കരുത്, എന്നെ ഇതിലേക്ക് ഇത് ചെയ്യരുത്, എന്നെ ബിജു ഇത് ചെയ്യണമെന്ന് പറഞ്ഞുള്ള രീതിയിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം അതിനില്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ പിന്നെ എന്ത് പറയാനാ? പണത്തിന്റെ കാര്യം എന്തെങ്കിലും ആ സംഭാഷണത്തിൽ സംസാര വിഷയമായിരുന്നോ ശ്രീ ബിജു രമേശ്? പണത്തിന്റെ കാര്യം എന്തെങ്കിലും ആ 10 മിനിറ്റിനിടയിൽ സംസാരിച്ചിരുന്നു? അതായത് ഇപ്പോൾ താങ്കളോട് എന്റെ പേര് പറയരുത് എന്ന് പറയുമ്പോൾ താങ്കൾ തിരിച്ച് സ്വാഭാവികമായും ചോദിക്കുമല്ലോ, താങ്കൾക്ക് ഞാൻ പണം തന്നതല്ലേ, അപ്പോൾ പറയണ്ടേ എന്ന് താങ്കൾ ചോദിക്കുമല്ലോ. അങ്ങനെ പണത്തിന്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ പണത്തിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ലായിരുന്നു. കാര്യം ഈ പറയുന്ന വിഷയം ഇതാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചതിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നുള്ള വിഷയം അറിയാന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു എന്റെ പേര് പറയുമെന്ന് ബിജു ചാനലിൽ ഇന്നലെ പറഞ്ഞു കേട്ടതുകൊണ്ട് തന്നെ പറയരുത്, എന്റെ പേര് പറയരുത് എന്നുള്ള റിക്വസ്റ്റാണ് പുള്ളി പറഞ്ഞത്. ഞാനതാ ഒഴിവാക്കിയത്. അദ്ദേഹത്തിന് പണം കൊടുത്തു അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സമയത്ത് ശ്രീ ബിജു രമേശ് അദ്ദേഹത്തിന്, അതായത് അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക്, അതായത് അദ്ദേഹം KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പണം കൊടുത്തു എന്ന ആരോപണത്തിലും താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് തെളിയിക്കാൻ കഴിയുന്ന ആരോപണമാണോ? തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുന്ന ആരോപണം. കാര്യം 10 കോടി രൂപ പിരിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടുള്ള ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് അന്നത്തെ എൻക്വയറി തന്നെ പലരും സ്റ്റേറ്റ്മെന്റ് എടുത്തതിൽ ബാർ ഉടമകൾ പലരും പറഞ്ഞിട്ടുണ്ട് 1.5 ലക്ഷം രൂപ വെച്ച് പിരിച്ചു. 1 ലക്ഷം രൂപ പൊളിറ്റിക്കൽ ഫണ്ടും 50,000 രൂപ ലീഗൽ ഫണ്ട് എന്ന് പറഞ്ഞാണ് പിരിച്ചത്. 30 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് ആക്കി തരാമെന്ന് പറഞ്ഞതിനാണ് കുറച്ച് 23 ആക്കി തന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ജനറൽ ബോഡി തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരും പൈസ കൊടുത്തു എന്ന് ഈ പലരും കൊടുത്ത സ്റ്റേറ്റ്മെന്റുകളിൽ തന്നെ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 കോടി രൂപ പിരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എവിടെ പോയി എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞ വിജിലൻസ് കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പിരിച്ച പൈസ എവിടെ പോയി എന്ന് വായുവിൽ അപ്രത്യക്ഷമാവില്ലല്ലോ. അതിൽ 2 കോടി രൂപയാണ് KPCC പ്രസിഡന്റ് കൊടുക്കണമെന്ന് അന്ന് ഒരു പറയുകയും അതിൽ 1 കോടി രൂപ കൊടുത്തതിനെ കുറിച്ച് മാത്രമേ എനിക്കറിയാവുള്ളൂ. ബാക്കി 1 കോടി രൂപ ഉണ്ണിയും ബാക്കിയുള്ളവർ നേരിട്ട് അവർ ഡീൽ ചെയ്ത ഡീലാണ്. ഈ 1 കോടി രൂപയാണ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അവിടുത്തെ ജനറൽ മാനേജറും അവിടുത്തെ അന്നത്തെ ബാർ അസോസിയേഷന്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സന്തോഷും കൂടിയാണ് ഈ പൈസ പലയിടത്തായിട്ട് കൊണ്ടുവന്ന പൈസ അവിടെ വെച്ച് കെട്ടിപ്പറക്കി ബാഗിലാക്കി വിളിച്ച് ചോദിച്ചിട്ട് അദ്ദേഹം KPCC ഓഫീസിലുണ്ട് അവിടെ എത്തിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തത്. കൊടുക്കുമ്പോൾ അകത്ത മുറിയിലേക്ക് വെക്കാൻ പറഞ്ഞു എന്ന് അവർ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു കൊടുത്തോ അകത്ത മുറിയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് സന്തോഷം മാത്രം പോരാ, ഞാൻ കൂടെ പോകാമോ എന്ന് ചോദിച്ച് വന്ന് രാജ്കുമാർ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല, ഇപ്പോൾ KPCC ഓഫീസിൽ ഇത് ബാഗുമായിട്ട് വെക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ രാധാകൃഷ്ണ കൂടെ വിടാമോ എന്ന് ചോദിച്ചിട്ടാണ് ആരെങ്കിലും ഒരാളൂടെ നമുക്ക് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ GM കൂടെ ജനറൽ മാനേജർ രാധാകൃഷ്ണ കൂടെ വിട്ടത്. അല്ലാതെ ഈ പൈസ കൊണ്ടുപോയി അവർ കൊടുക്കുകയും 1 കോടി രൂപ കൊടുത്താലും 100% എനിക്ക് വിശ്വാസമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പൈസ എവിടെ പോയെന്ന് കാര്യം അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഈ പിരിച്ച പൈസ എവിടെ പോയെന്ന് ഇതുവരെയും അന്വേഷിച്ച് ആരും കണ്ടെത്താത്ത എന്ത്?
താങ്കൾ നേരത്തെ ഉന്നയിച്ച അതിൽ തന്നെയാണ് കെ എം മാണിക്കെതിരെയുള്ള പക്ഷേ ആരോപണത്തിന്റെ ബാബുവിന്റെ അവസ്ഥ അവിടെ കൊണ്ടുപോയി 50 ലക്ഷം താങ്കൾക്ക് രൂപ അറിയാമല്ലോ. സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി ശ്രീ ബിജു കൊടുക്കുന്നത്. രമേശ്, താങ്കൾ പണം നൽകി എന്ന് പറഞ്ഞെങ്കിലും പണം കെ എം മാണിക്ക് കിട്ടിയതായി ഒരു തെളിവുമില്ല എന്ന് അന്ന് വിജിലൻസിന് നേതൃത്വം നൽകിയ, അന്ന് മൊത്തം സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ വിൻസെന്റ് പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിവും ഉണ്ടായിരുന്നില്ല, തെളിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് തള്ളിപ്പോയത് എന്ന്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ചില നേതാക്കൾക്ക് കൂടി പണം കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ 10 കോടി രൂപ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള വിശ്വാസ്യതക്കുറവ് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ ബിജു രമേശ്. അന്ന് ഇതേ പരിപാടിയിൽ നിന്നാണ് താങ്കൾ ആദ്യം മന്ത്രി കെ എം മാണിക്ക് 1 കോടി രൂപ കോഴ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും മന്ത്രിസഭയിലുള്ള മറ്റുള്ളവർക്കും പണം കൊടുത്തിട്ടുണ്ട് എന്ന് താങ്കൾ പറയാതിരുന്നത്? ഒന്ന്, വിൻസെന്റ് പോള് DGP ആയിരിക്കുമ്പോൾ തന്നെ ഈ മാണി സാറിന്റെ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു വിൻസെന്റ് പോളിന് പുതിയ ഓഫർ കൊടുത്തിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് അദ്ദേഹത്തിന് പോസ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിച്ച് അദ്ദേഹം അതിലേക്ക് പോകുന്നു. ഞാനത് അദ്ദേഹം റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. ആ വിൻസെന്റ് പോള് എന്ന് പറയുന്ന വ്യക്തി ഈ കേസ് ഇതിലേക്ക് വേണ്ടി വളരെയേറെ കേസ് അദ്ദേഹത്തിന്റെ ഇതിലേക്ക് സ്വാധീനിച്ചാണ് ഈ കേസ് മാണി സാറിന്റെ കേസ് ആദ്യം അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി. അത് വിൻസെന്റ് പോളിന് നല്ലൊരു കൈ അതിനകത്തുണ്ട്. അദ്ദേഹം അത്ര പരിശുദ്ധ ായിട്ടുള്ള ആളൊന്നുമല്ല. വളരെ ഉണ്ടെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ വേണമെങ്കിൽ കേസ് ഫയലോട്ട് എനിക്ക് കുഴപ്പമില്ല. വിൻസെന്റ് കാര്യം ഈ എഴുതിയിരിക്കുന്ന ഓരോ പ്രാവശ്യം ആ സ്റ്റേറ്റ്മെന്റ് എഴുതി മാറ്റിയിരിക്കുന്നത് വരെയുള്ള കോപ്പി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ ആദ്യം എഴുതിയ സുകേശൻ എഴുതിയ റിപ്പോർട്ടല്ല അവസാനം വന്ന റിപ്പോർട്ട്, സുകേശന്റെ കൈപ്പടയുമല്ല. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈപ്പട പോലും മാറ്റി വേറെ ആൾക്കാരെ കൊണ്ട് എഴുതിയിട്ട് ആ റിപ്പോർട്ട് ഫയൽ ചെയ്തുകൊണ്ടാണ് കേസ് അന്വേഷണം അട്ടിമറിച്ചത്. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിന് അത് കോൺഗ്രസിനകത്ത് തന്നെ അറിയാൻ കഴിയുകയാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഓഫർ അവരങ്ങോട്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണെന്ന്. മാണി സാറിന്റെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഓഫർ കൊടുത്തത്. ആ ഓഫർ സ്വീകരിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് ശ്രീ ബിജു രമേശ്, അന്ന് താങ്കൾ മന്ത്രി കെ എം മാണിക്ക് മാത്രമാണ് പണം കൊടുത്തത് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് മന്ത്രിസഭയിലെ മറ്റുള്ളവർക്കും പണം കൊടുത്തു എന്ന് തുറന്നു പറയാതിരുന്നത്? ഇല്ല ഷാനി, അന്നത്തെ ചർച്ചയിൽ 418 ബാറിന്റെ വിഷയമാണെന്ന് നമ്മൾ സംസാരിച്ചത്. 418 ബാർ തുറക്കാത്ത വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ആ വിഷയങ്ങളെക്കുറിച്ച് മാണി സാർ മാത്രമായിരുന്നു അന്ന് പൈസ കൊടുത്തത്. ഈ 418 ബാറിന്റെ വിഷയത്തിലല്ല ഈ 10 കോടി പിരിച്ചിരിക്കുന്നത്. അതിന് തൊട്ട് മുന്നിലുള്ള വർഷത്തിലുള്ള ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. കാര്യം 22 ലക്ഷം രൂപയായിരുന്നു ലൈസൻസ് ഫീസ്. അത് 30 ലക്ഷം രൂപയാക്കുമെന്ന് പറയും. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിൽ കെ ബാബു ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിരുത്തി, ഉദ്യോഗസ്ഥരെയും വിളിച്ചു ഇരുത്തിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഞങ്ങൾ ലൈസൻസ് ഫീസ് കൂട്ടാനായിട്ടാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ 30 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. നിങ്ങൾക്കെല്ലാം എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ 3 മണിക്കൂർ ഇപ്പൊ തന്നെ പ്രവർത്തന സമയം കുറച്ചു, ബാറുകൾ നടത്തുന്ന നഷ്ടത്തിലേക്കാണ്. കൊണ്ട് ലൈസൻസ് ഫീസ് കുറച്ച് തരണമെന്നായി ഉണ്ണി അടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഈ കുറെ സംസ്ഥാനം കുറച്ചു ദൂരമായി കഴിഞ്ഞപ്പോൾ വന്നിരുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു അത് ഈ മന്ത്രി 30 പറയുന്നു, ഇവർ ഇപ്പൊ 22 നിൽക്കുന്നു, ഞാൻ ഒരു മധ്യസ്ഥനായിട്ട് പറയാം, നമുക്കത് 25 ലക്ഷം രൂപ വെച്ച് തീർക്കാമെന്നൊക്കെ പറഞ്ഞു. ചർച്ച കുറെ കഴിക്കുമ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് തൽക്കാലം ഇതോടെ വെച്ച് നിർത്താം, പിന്നീട് വരട്ടെ, ഞങ്ങൾ നോക്കിയിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. KSPC അവരെല്ലാവരും അവരുടെയും അന്നുകൊണ്ട് ടാക്സ് സെക്രട്ടറി ഉണ്ട്, എക്സൈസ് കമ്മീഷണർ ഉണ്ട്, പറഞ്ഞു ഞങ്ങൾ വരട്ടെ, ഈ കാര്യം പിന്നെ തീരുമാനിക്കാം. ബാക്കി അവരുടെ മറ്റ് പല കാര്യങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം അവരോട് ഉദ്യോഗസ്ഥരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കൂട്ടത്തിൽ സുരേന്ദ്രനോടും ജോൺ കല്ലാട്ടിനോടും മന്ത്രി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ ഇവിടെ ഇരിക്കും, വേറെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ, എലിഗൻസ് ബിനോയ്, ഉണ്ണി, ധനുഷ്, കണ്ണൻ, ഇത്രയും പേര് അവിടെ ഇരുത്തിയിട്ടാണ് ബാക്കിയുള്ളവരെ കംപ്ലീറ്റ് പറഞ്ഞു വിട്ടത്. അതിനുശേഷം കൃഷ്ണദാസും ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് മന്ത്രി പറഞ്ഞത് നമുക്ക് ഇപ്പോൾ ഈ ലൈസൻസ് ഫീസിന്റെ ചർച്ച പിന്നെയും എടുത്തിട്ടു. അപ്പം പറഞ്ഞു എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഞാൻ 1 ലക്ഷം രൂപയിൽ ആ കൂട്ടി നിർത്തി തരാം മന്ത്രി പറഞ്ഞു. പക്ഷെ നിങ്ങൾ 10 രൂപ മാറ്റി വെക്കണം. അവർക്ക് 22 23 ലൈസൻസ് ഫീസ് ഫിക്സ് ചെയ്യാം. അത് പക്ഷേ 10 കോടി രൂപ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് ആലോചിച്ചപ്പം വലിയ നഷ്ടമില്ലായിരുന്നു. 30 ലക്ഷം പറയുന്ന സ്ഥലത്ത് നേരെ 23 1 ലക്ഷം രൂപ കൂട്ടുള്ളൂ. പിന്നെ അടുത്തൊരു ഓഫർ കൂടെ തന്ന് അടുത്ത 2 വർഷത്തേക്ക് ലൈസൻസ് ഫീസ് കൂട്ടില്ല. ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ ബാക്കി ഞാൻ CM ആയിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്കിത് ഫിക്സ് ചെയ്യാം, നിങ്ങൾ സമ്മതമാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ചിട്ട് സമ്മതമാണെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിഞ്ഞു. പക്ഷേ ആക്ച്വലി അന്നത്തെ പ്രീ ബഡ്ജറ്റിൽ എഴുതി വെച്ചിരുന്ന പ്രപ്പോസൽ 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ബാബു നമ്മളോട് 30 പറഞ്ഞെങ്കിലും ഈ 22 25 ആക്കാനായിരുന്നു പ്രപ്പോസൽ. പക്ഷേ എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ലാഭമായിരുന്നു. 25 ആക്കുന്നതിന് പകരം മന്ത്രി അത് 23 ആക്കി തന്നു. അപ്പോഴും 2 ലക്ഷം രൂപ ലാഭമാണ്. ഫ്യൂച്ചറിൽ 2 കൊല്ലത്തേക്ക് ഇനി അത് കൂട്ടില്ല എന്നുള്ള ഉറപ്പിലേക്ക് പോയി. നമ്മൾ പക്ഷേ ജനറൽ ബോഡിയിൽ വ്യക്തമായി പറയുന്നുണ്ട് 30 ലക്ഷം രൂപയാണ് പ്രപ്പോസൽ. അതിൽ നിന്നാണ് നമുക്ക് 23ലേക്ക് കുറയ്ക്കുന്നത്. 1 ലക്ഷം രൂപ കൂടുന്നുള്ളൂ. ഇനി തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങളിൽ ലൈസൻസ് ഫീസ് കൂടില്ല. ആ ഒരു കുറയ്ക്കലിന് മാത്രം തന്നെ സംസ്ഥാന ഗവൺമെന്റ് 25 ആണെങ്കിൽ തന്നെ 14 കോടി ഇനി താങ്കൾ ആരുടെയെങ്കിലും പേര് വെളിപ്പെടുത്താത്തതുണ്ടോ? ഇതുവരെ പറഞ്ഞത് ഓരോ തവണയായി പുതിയ പേരുകൾ വരുന്നതിനേക്കാൾ ആർക്കൊക്കെ അന്ന് നിങ്ങൾക്ക് കോഴ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല ഞാൻ പുതിയ പേരൊന്നും ഇപ്പൊ പറഞ്ഞതല്ല. ഈ പേരുകളൊക്കെ അന്നേ പറഞ്ഞ പേരുകളാണ് ഈ 3 പേരുടെ പേര്. ഈ ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ചെയ്തിട്ടുള്ള 3 പേരെ എനിക്കറിയാവുള്ളൂ. ബാക്കി പൈസകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ പിരിച്ച പൈസ കൊടുത്തിട്ടുള്ള കണ്ണനും കൃഷ്ണദാസും ഉണ്ണിയും കൂടെ ചേർന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് അവര് ബാക്കി പിരിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുള്ള അവർക്കേ അറിയാവുള്ളൂ. ഞാൻ നേരിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഈ 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള. 2 കോടി രൂപ KPCCയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ 1 കോടി രൂപയാണ് കൊടുത്തു വിട്ടിട്ടുള്ളതെന്ന് പറയും. ബാക്കി അവർ കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി പൈസ ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള വിവരം എനിക്കറിയില്ല. താങ്കളുടെ അറിവിൽ ആർക്കൊക്കെയാണ് കൊടുത്തത്? അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയില്ല എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. എന്താണ് താങ്കളുടെ അറിവിൽ ആർക്കൊക്കെയാണ് കൊടുത്തത്? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ. എന്താണ്? കേട്ടില്ല. അത് KPCC ഓഫീസിലേക്ക് 2 കോടിയാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയ്ക്ക് 2 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൽ 1 കോടിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സോർട്ട് ചെയ്ത് ബാഗിലായി കൊടുത്തു വിട്ടത്. 50 ലക്ഷം രൂപ സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയി K ബാബുവിന്റെ മുറിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത്. ഞാനും അന്ന് റസീഫ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിട്ട് ചെല്ലുമ്പോൾ ബാബുവിന്റെ മുറിയിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ണിയും ഈ പറയുന്ന ഈ കൃഷ്ണദാസും ഒക്കെ മുറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ പറയും ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിക്കാൻ പറഞ്ഞു. സുരേഷ് പയ്യയുടെ അവിടെ മുറിയിലേക്ക് കൊണ്ടുപോയി ക്യാഷ് ഏൽപ്പിച്ചിട്ട് ഞാനിങ്ങ് പോരുകയും ചെയ്തു. രണ്ടാമത്തെ 25 ലക്ഷം രൂപ ശിവകുമാറിന് കൊടുക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. അത് ശിവകുമാറിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷ് പൈസയുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് സന്തോഷ് ക്യാഷുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കവടിയാറ് പോകണം സന്തോഷം, എൻ്റെ വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാനും രാധാകൃഷ്ണനും സന്തോഷം കൂടെ ആ വണ്ടിയിൽ പോയി. ഞങ്ങൾ നേരെ ശിവകുമാറിന്റെ വീടിന്റെ വെടിയിൽ വണ്ടി നിർത്തി ഇവർ കൊണ്ട് ക്യാഷ് അകത്ത് കൊണ്ടുപോയി വാസു എന്ന് പറഞ്ഞ ആളുണ്ട്, വാസുവിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് ശിവകുമാർ പറഞ്ഞു. അതനുസരിച്ച് വാസുവിനെ കൊണ്ടുപോയി അകത്ത് കൊടുത്തിട്ട് വരുമ്പോൾ വാസു കൂടെ പുറത്തിറങ്ങി വരുമ്പോൾ വണ്ടിയിൽ ഞാൻ ഇരിക്കുന്നത് കണ്ടോ, സാർ ഉണ്ടായിരുന്നു എന്ന് വെച്ച് വന്ന് കുശലം പറഞ്ഞിട്ടാണ് വാസു പോയത്. ഇത് നടന്ന കാര്യമാണ്. അതിനുശേഷം ഇത് ശിവകുമാറിന് കൊടുത്ത പൈസ, ഈ 3 പേർക്ക് പേയ്മെന്റ് കൊടുത്ത ഷെഡ്യൂളിൽ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ബാക്കി പൈസ പിരിച്ചിട്ടുണ്ട്. അത് ബാബുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പിരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ കൊടുത്തുവോ ബാബുവിനെയാണ് ഏൽപ്പിച്ചത് എനിക്കറിയില്ല. അത് മറ്റുള്ളവരോട് തന്നെ തീരുമാനമാണ്, ബാർ ഓണേഴ്സ് അസോസിയേഷന്റെ തീരുമാനമാണ് ആർക്കൊക്കെ പണം കൊടുക്കണം എന്ന് മന്ത്രിയാണ് നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ അറിയാതെ മറ്റുള്ളവർക്ക് രഹസ്യമായി കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ സാധ്യതയില്ല. അത് ബാബു പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത് എത്തിച്ചത്. ബാക്കി പേയ്മെന്റുകൾ ട്രാൻസാക്ഷൻ നടത്തിയത് അവരാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അറിയാത്ത പറയുന്നത് ബാക്കി ആർക്കൊക്കെ ബാബു തന്നെയാണ് ബാക്കി ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് വ്യക്തമായി. എന്താ അന്ന് എത്ര പേർക്ക് പണം കൊടുത്തിട്ടുണ്ട്? അതെ, എന്റെ അറിവിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത 3 പേരെ ഉള്ളൂ. ബാബു 10 കോടി രൂപ കളക്ട് ചെയ്ത് അസോസിയേഷനിൽ അവരെ പ്രസിഡന്റ് സെക്രട്ടറി വാങ്ങിച്ചിട്ടുണ്ട്. അതിലാണ് ഈ പൈസ ഈ 1.25 കോടി രൂപ ട്രാൻസാക്ഷനിൽ മാത്രമേ എനിക്ക് ഡീലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവർ നേരിട്ടാണ് കൊടുത്തത്. അത് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം ബാബു പറഞ്ഞെടുത്തു, അല്ലെങ്കിൽ ബാബു പറഞ്ഞ ആൾക്കാരിലെ എത്തിച്ചിട്ടുണ്ടാവും. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. കാര്യം നടന്നുപോയി. പിന്നെ അതിനെക്കുറിച്ച് അതിന്റെ അധ്യായം മറിച്ച് വായിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ചോദിച്ചില്ല. എനിക്കറിയില്ല. പക്ഷെ പൈസ ബിജു രമേശ്, അങ്ങ് അത് മറച്ചു വെക്കുകയാണ് എന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ. കാരണം നിങ്ങൾ ഒരു അസോസിയേഷൻ എന്ന രീതിയിൽ പിരിച്ച പണമാണ് 10 കോടി രൂപ. അതിൽ 1.25 കോടി താങ്കൾ നേരിട്ടാണ് കൈമാറിയത്, താങ്കളുടെ നേതൃത്വത്തിലാണ് കൈമാറിയത് എന്നത് വ്യക്തമാണ്. പക്ഷെ ബാക്കിയുള്ള പണം എവിടെ കൊടുത്തു എന്നുള്ളത് അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അറിയാതിരിക്കുമോ? പ്രത്യേകിച്ചും അതിന് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന താങ്കൾക്ക് അറിയാതിരിക്കുമോ? ബാക്കിയുള്ള പൈസ ബാബുവിനാണ്. അത് എറണാകുളത്തേക്ക് ആ പൈസ ഫണ്ട് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടില്ല. ആ പൈസ കംപ്ലീറ്റ് എറണാകുളത്തേക്കാണ് ആ പൈസ പോയത്. എറണാകുളത്തെ ഓഫീസിൽ നിന്നാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എറണാകുളം ഓഫീസാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന പൈസയാണ്, ഓരോ പ്രാവശ്യം കളക്ട് ചെയ്ത് വന്ന പൈസയാണ്. ഈ 3 കൊടുത്ത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ബാക്കി കൊടുത്തതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, സത്യമാണ് പറയുന്നത്.
അല്ല ആരെയും പേര് മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതല്ല. അത് ബാബുവിന് തന്നെ ആയിരിക്കും, ആ പൈസ ബാബു പറഞ്ഞിടത്തായിരിക്കും അവർ എത്തിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ആർക്കോ വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണ്, ഇത് വിശ്വസനീയമല്ല എന്ന്. അന്ന് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നടക്കം പ്രധാന വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ലീഗ് നേതൃത്വം കൂടിയാണ്. മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ 15 ലക്ഷം രൂപ അസോസിയേഷൻ കൊണ്ടുപോയിട്ട് അദ്ദേഹം മേടിച്ചില്ല. പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന്. അത് 418 ബാറിന്റെ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കൊണ്ടുപോയി കൊടുക്കാൻ കാണാൻ വേണ്ടി CM പറഞ്ഞതിനനുസരിച്ച് കാണാൻ പോയപ്പോൾ ഒരു 15 ലക്ഷം രൂപ അങ്ങോട്ടൊരു ഗിഫ്റ്റ് പോലെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി കൊണ്ടുചെന്നു. അദ്ദേഹം മേടിച്ചില്ല. അത് നടന്ന കാര്യം തന്നെയാണ്. മേടിച്ചില്ല, ഞാൻ ഇത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ പൈസ തിരികെ മടക്കി കൊടുത്തുവിടുകയാണ് ചെയ്തത്. മറ്റേതെങ്കിലും ഒരു നേതാവിന് പണം കൊടുത്തതായി നേരിട്ട് താങ്കൾക്ക് അറിയില്ല? കൂലിക്ക് പറയുന്നൊന്നുമില്ല, എനിക്ക് കൂലിക്ക് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അറിയില്ല, തീർച്ചയായിട്ടും അറിയില്ല. ശ്രീ ബിജു രമേശ്, ഈ ഒരു ഒറ്റ വർഷം മാത്രമാണോ, ഈ രണ്ട് പ്രശ്നത്തിൽ മാത്രമാണോ 418 ബാറുകളുടെ കാര്യത്തിലും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ബാർ ലൈസൻസിന്റെ കാര്യത്തിലുമായി 2 തവണ മാത്രമാണോ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്? ഇതൊരു സ്ഥിരം ഏർപ്പാടായിരിക്കാനല്ലേ സാധ്യത? കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുമല്ലോ. തീർച്ചയായിട്ടും ആദ്യത്തെ വർഷം തന്നെ ഭരണത്തിൽ കയറി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 50 ലക്ഷം രൂപ വേണം. CM പറഞ്ഞിരിക്കണം എന്തോ ചില ആവശ്യത്തിലേക്ക് വേണ്ടി പിരിച്ചു കൊടുക്കണമെന്ന് ബാബു ആവശ്യപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അന്ന് അസോസിയേഷൻ മീറ്റിംഗ് വിളിച്ച് ആദ്യം 50 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. പിന്നെ ഒരു ഏകദേശം അടുത്ത വർഷത്തെ ലൈസൻസിന്റെ സമയത്താറപ്പോൾ 75 ലക്ഷം രൂപ പറഞ്ഞു. അത് എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാണ് എന്നും പറഞ്ഞത്. അത് 75 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. അത് ഈ 10 കോടി പിരിക്കുന്നതിന് മുമ്പ് 50, 75, 25, 50 എന്നൊക്കെ പറഞ്ഞ് ഒരു 3 or 4 പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പിരിവ് നടത്തിയിട്ടുണ്ട്. പിരിവ് പിരിച്ച് അസോസിയേഷൻ ഫണ്ട് നിരത്തി കൊടുത്തിട്ടുമുണ്ട്. ഇതാദ്യമായാണോ അവർ ചോദിക്കുന്നതിന് വേണ്ടി പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഇങ്ങനൊരു പിരിവ്, ഇങ്ങനൊരു ബാർഗെയിനിങ് UDFന്റെ ഈ ബാബുവിന്റെ ഭരണം, UDFന്റെ ഭരണം ഇതിനു മുമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ബാർഗെയിനിങ് വന്നത് ആദ്യമായിട്ടാണ്. ഈ രീതിക്ക് 10 കോടിയും ഇതും അല്ലെങ്കിൽ ലൈസൻസ് ഫീസിന്റെ ഇതെല്ലാം കൂടെ ആയിട്ട് വളരെ ടൈറ്റൻ ചെയ്യുന്നതായിട്ടാണ്. അതിനുമുമ്പ് ഗുരുദാസ് സാഹ ഇരുന്നിട്ട് ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല. അത് എന്നോടല്ല, അസോസിയേഷൻ ഒരു പിരിവ് നടത്തിയിട്ടില്ല ഈ പൊളിറ്റിക്കൽ ഫണ്ട് കൊടുക്കുന്നതിലേക്ക് വേണ്ടി. ഈ സർക്കാരിന്റെ അദ്ദേഹം ഒരു പൈസ ചോദിച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല. പാർട്ടി പിരിവിന് പോലും പാർട്ടി സമ്മേളനത്തിനെന്ന് പറഞ്ഞ പോലെ ഒരു പൈസ ഈ സർക്കാരിന്റെ കാലത്ത് ഇതൊരു എക്സൈസ് മന്ത്രി പൈസ മേടിച്ചിട്ടില്ല. അതിനുവേണ്ടി പിരിക്കുന്നതായിട്ടോ ഈ മീറ്റിംഗിൽ പറഞ്ഞതായിട്ടോ എന്റെ അറിവിൽ പെട്ടിട്ടില്ല. എക്സൈസ് മന്ത്രി മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. ഇതുവരെ ഈ സർക്കാരിന്റെ കാലത്ത് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല, ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇതിന്റെ പേരിൽ ഒരു പിരിവ് നടന്നതായിട്ട് എന്റെ അറിവിലില്ല. പിരിച്ചിട്ടുള്ളതായിട്ട് എന്റെ അറിവിലേക്ക് വന്നിട്ടില്ല. കാര്യം എന്റെ സണ്ണിലോട്ട് അടക്കമുള്ളവർക്കെല്ലാം ഹോട്ടലുള്ളതാണ്. എന്റെ ബന്ധുക്കൾക്കും എല്ലാം ബാറുമായിട്ട് ബന്ധപ്പെട്ട് ബാറുള്ളവരാണ്. ഇതുവരെ അസോസിയേഷൻ ഇങ്ങനെ ഒരു പിരിവ് നടത്തിയായിട്ടുള്ളതായിട്ട് ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിന്റെ പേരിലൊരു പിരിവ് അസോസിയേഷൻ രാഷ്ട്രീയ പിരിവൊന്നും എന്റെ മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസവും എന്റെ അറിവും എന്റെ ബാക്കി ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ചൊരു പാരിതോഷികം കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഓക്കെ, ഒരു തരത്തിലും പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. 23 കിടന്ന ലൈസൻസ് ഫീസ് 30 ലക്ഷമാണ് ഈ ഗവൺമെന്റ് വന്നിട്ട് ആക്കിയത്. ലൈസൻസ് ഫീസ് കൂടുകയാണ് ചെയ്തത്. 23 കിടന്ന ലൈസൻസ് ഫീസ് 30 ലക്ഷമാക്കി. അപ്പോഴും ഈ സാമ്പത്തികമായി കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ്. വ്യക്തമാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് UDF സർക്കാരിന് മാത്രമാണ് പണം കൊടുക്കേണ്ടി വന്നത്, LDF ആർക്കും ഇതുവരെ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് താങ്കൾ വ്യക്തമായി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് താങ്കൾ ഉന്നയിച്ചത് KM മാണിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിൽ ഇടപെട്ട് അട്ടിമറിച്ചു എന്നാണ്. അത് താങ്കൾക്ക് നേരിട്ടുള്ള അറിവല്ല, മറ്റാരോ പറഞ്ഞതാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം മാണി സാറ് CM-നെ കാണാനായിട്ട് പോവുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ മാണി സാറിന്റെ കൂടെയുള്ള ആളെ പറഞ്ഞ CM-നെ വിളിച്ചിട്ട് സംസാരിച്ചു. എനിക്ക് ഒന്ന് നേരിട്ട് കാണാൻ സമയം തരണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നോട്ടെ എന്ന് വെച്ചു. വന്നോളാൻ പറഞ്ഞു. അപ്പോൾ വന്നാൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് 2 ഇഡ്ഡലി, എനിക്ക് കാപ്പി കുടിക്കാൻ 2 ഇഡ്ഡലി തരാമോ എന്ന് വെച്ചു. അതിനെന്തേ തരാമല്ലോ എന്ന് പറഞ്ഞു. അത് പോയി സംസാരിച്ചിട്ട് വന്നിട്ടാണ്. കാണാൻ പോയ വിഷയം വേറെ ഒന്നുമല്ല, ഈ കേസിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കണം, രക്ഷപ്പെടുത്തണം എന്ന റിക്വസ്റ്റുമായിട്ടാണ് പറയാനാണ് വീട്ടിൽ പോയത്. ആ കേസ് പോയി കണ്ടതിന് ശേഷമാണ് ആ കേസ് മൊത്തമായിട്ട് അട്ടിമറിക്കപ്പെട്ടത്. പക്ഷേ ശ്രീ ബിജു രമേശ്, അതിനുമ്പോ വളരെ ശക്തമായ കേസ് അന്വേഷണത്തിന്റെ വഴിയിലേക്ക് പോയ കേസാണ്. പെട്ടെന്ന് നേരിട്ട്
ശക്തമായി നിൽക്കണം, കേസിൽ നിന്ന് പിന്മാറില്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും താങ്കൾ എന്താണ് കേസിൽ സംഭവിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായി ചോദിച്ചിട്ടുണ്ടാകില്ലേ? ഞാൻ ചോദിച്ചില്ലായിരുന്നു. കാര്യം എനിക്ക് മാനസികമായി വളരെയേറെ ഒരു 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 വിഷമമാണ് തോന്നിയ കാര്യം. നമ്മളോടൊക്കെ അന്ന് പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ അദ്ദേഹം എന്നോട്, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട കാര്യം, ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ വളരെ ശക്തമായി എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്ന് കോടിയേരി ബാലകൃഷ്ണ സാഹിബിനെ പോയി കണ്ടു, പിണറായി സാഹിബിനെ പോയി കണ്ടു. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ചോദിച്ചു. കൂടെ ഇപ്പോഴാ അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചു, കൂടെയുള്ളവരെല്ലാം താങ്കൾ മാറിപ്പോകുന്നല്ലോ, താങ്കളും ഇനി മാറുമോ മാറ്റി പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, അതുകൊണ്ട് മാറ്റി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പിരിങ്ങി. അപ്പോൾ നമ്മളോട് മാറി പറയില്ലല്ലോ എന്ന് ചോദിച്ചു. പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി പറഞ്ഞില്ല, പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ അവസാനം ഈ കേസിന്റെ ക്ലൈമാക്സിലെത്തിയപ്പോൾ സത്യം ഇപ്പോൾ വിജിലൻസ് വീണ്ടും ഒരു അന്വേഷണത്തിന് തുനിയുകയാണ്. പക്ഷേ ജോസ് കെ മാണിയെ കുറിച്ച് അന്വേഷണമില്ല, കെ എം മാണിക്ക് എതിരെ തെളിവില്ല എന്ന് എഴുതി തള്ളിയ വിജിലൻസ് ആണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണവുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസിനുള്ളിൽ നടന്ന സത്യങ്ങൾ തെളിയും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതാണ് രാവിലെയും ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വലിയ പ്രതീക്ഷയായിരുന്നു LDF ഗവൺമെന്റ് വരുമ്പോൾ ഇതിന്റെ അന്വേഷണം വളരെ ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് വലിയ പ്രതീക്ഷയിലായിരുന്നു. കാര്യം നമ്മളോട് ഉറച്ചു നിൽക്കാൻ പറഞ്ഞവർ പോലും ഉറച്ചു നിന്നില്ല. അപ്പൊ പിന്നെ ഞാനങ്ങനെ ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഈ രമേശ് ചെന്നിത്തലയുടെ അന്വേഷണം മുന്നോട്ട് പോയാലും അത് ഏത് സമയത്ത് വേണമെങ്കിൽ, ഇപ്പം തന്നെ നമുക്ക് കെ ബാബുവിന്റെ കേസ് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പേർക്കുണ്ടായിരുന്ന സ്വത്ത് പരിശോധന നടത്തുകയും റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തിന് അളവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നുള്ള കേസ് അന്ന് കണ്ടെത്തുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യപ്പെട്ട കേസാണ്. അതിനുശേഷം ആ കേസ് ഇപ്പോൾ തെളിവുകൾ ആവശ്യമായ തെളിവുകളില്ലാന്ന് കാണിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച നോട്ടീസ് അയച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപം പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കേസ് അതും ഈ ബാബുവിന്റെ കേസ് പോലും അന്വേഷണം നടത്തി സ്വത്തുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ വിജിലൻസ് ഇപ്പോൾ തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസും അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ എന്താണ് വിജിലൻസ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, നന്ദി ശ്രീ ബിജു രമേശ്. താങ്കൾ ഇത്രയും സമയമാണ് ചേരാം എന്ന് പറഞ്ഞിരുന്നത്. ഇത്രയും